നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും അനവധി പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞതും ഇവിടെ വന്നപ്പോൾ ഞാൻ മാത്രമാണ് ക്ലാസ് എടുക്കാനുള്ളത്, ഒരു ഗ്രൂപ്പ് പ്രഭാഷകരില്ല എന്നറിഞ്ഞപ്പോഴും ഒരു അസാധാരണമായ സന്തോഷം തോന്നി. അതിനൊരു കാരണമുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, 10,000 പേരെ വേദം പഠിപ്പിക്കുന്നുണ്ട്. ടെലി ക്ലാസ്സിലൂടെയും നേരിട്ടും വായിക്കാൻ മാത്രം പഠിപ്പിക്കുക. ഒന്നും അറിയാത്തതിൽ നിന്ന് എന്തെങ്കിലും അറിയുന്ന ഒരവസ്ഥയിലേക്ക് കുറച്ചു പേരെയെങ്കിലും വേദത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരിക, അതൊരു ദൗത്യം. അതനുസരിച്ച് ഇന്നലെ രാവിലെ ഓച്ചിറ വലിയ കുളങ്ങര ക്ഷേത്രത്തിൽ പ്രഭാഷണം കഴിഞ്ഞ് 1 മണിക്കൂർ ഇരുത്തി പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് 100-200 പേരെ വേദം വായിക്കാൻ പഠിപ്പിച്ചു. അവർ മുഴുവനും പഠിച്ചില്ല, എന്നാലും വേദം വായിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് രാമകൃഷ്ണാശ്രമം കായംകുളത്തും ഇതേപോലെ ക്ലാസ് എടുത്തു. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത്, 1.5 വർഷം മുമ്പ് നാഷണൽ സയൻസ് കോൺഗ്രസിൻ്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് 10,000 പേര് പങ്കെടുത്ത സദസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു, ഇന്ത്യൻ കൾച്ചറിലുള്ള സയൻസ് അതൊന്ന് പോപ്പുലറൈസ് ചെയ്യണമെന്ന്. ഇന്ത്യൻ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് അല്ല, കൾച്ചറിലുള്ള സയൻസ്. അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പുതിയ ചെയർമാനെ അവരോധിക്കുകയും അദ്ദേഹം നവംബർ 3-ാം തീയതി ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ ഞാൻ പങ്കെടുക്കുകയും അതിലെന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അതിന് 2 ദിവസം മുമ്പ് നവംബർ 1-ാം തീയതി തന്നെ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്നൊരു വിങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ആ ഹെഡിങ്ങിലുള്ള ഷീറ്റാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതൊരു 30ഓളം ഷീറ്റ് പ്രിൻ്റ് ചെയ്തു 2 മാസം കൊണ്ട് അത് പുസ്തകമാക്കി. ഇനി ഈ വർഷം 2017 ഒരു 10-100 ഷീറ്റെങ്കിലും ഇതേപോലെയുള്ളത് കൊണ്ടുവന്ന് നമ്മുടെ പൈതൃകത്തിലെ യഥാർത്ഥത്തിലുള്ളത് എന്താണ് എന്നൊന്നറിയാൻ, എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള വിവരണമോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള വിവരണമോ പറയാതെ എന്തെല്ലാം ഇവിടെ ഉണ്ട്, അതിൽ ഭാസ്കരീയ നമ്പർ സിസ്റ്റം എന്താണ്, കടമയാദി നമ്പർ സിസ്റ്റം എന്താണ്, ആര്യഭടീയ നമ്പർ സിസ്റ്റം എന്താണ്, സംസ്കൃത നമ്പർ സിസ്റ്റം എന്താണ്, ഇവിടെയുള്ള തിയറങ്ങൾ, ഇരിങ്ങാലക്കുടയിലെ സംഗമഗ്രാമം മാധവാചാര്യൻ വികസിപ്പിച്ച തിയറം, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി വികസിപ്പിച്ചെടുത്ത ടൈക്കോ ബ്രാഹി ഇക്വേഷൻ, അതുപോലെ പുതുമന ആലത്തിയൂർ പുതുമന സോമയാജി തിരൂരിൽ ജനിച്ചു വളർന്നെഴുതിയ കരണ പദ്ധതിയിലെ ആൾട്രാ മോഡേൺ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ളതെല്ലാം ബ്രോഷറുകളായിട്ട് കൊണ്ടുവരിക. വലിയ പുസ്തകം വായിച്ച് സമയം മെനക്കെടുത്താൻ എന്ന വാക്കുപയോഗിക്കുന്നതിന് പകരം ചെറിയ ബ്രോഷറിലൂടെ ഒരൊറ്റ ഷീറ്റിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടുവരാൻ AHRS അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസിൻ്റെ പ്രവർത്തനം നടക്കുന്ന കൂട്ടത്തിലാണ് ഇവിടെ ഇങ്ങനൊരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ അതിനൊരു വലിയ സന്തോഷം തോന്നി. അതിൽ വേദത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇവിടെ വേദത്തെക്കുറിച്ച് നല്ലോണം ഗഹനമായി അറിയാവുന്നവരുണ്ട് ഇതിനകത്ത്.
കൂടി സൂചിപ്പിക്കാനാണ് മറിച്ച് അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഒരു വരി മാട്രിക്സ് റെവല്യൂഷൻ 1 എന്നൊരു സിനിമയുണ്ട്. അത് ബൈബിളിനെ കുറിച്ചിട്ടാണ്. മാട്രിക്സ് റെവല്യൂഷൻ 2 എന്നൊരു സിനിമയുണ്ട്. അത് ഖുറാനെ കുറിച്ചിട്ടാണ്. മാട്രിക്സ് റെവല്യൂഷൻ 3 എന്നൊരു സിനിമയുണ്ട്. ഏതാണ്ട് 29.5 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ 14-15 കോടി ജനങ്ങൾ കണ്ട ഒരു സിനിമയാണ് മാട്രിക്സ് റെവല്യൂഷൻ 3 എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. അതിൻ്റെ ശബ്ദരേഖ കുറച്ചു മുമ്പ് അമേരിക്ക പോയപ്പോൾ കാറിലിരുന്ന് കേട്ടു. മുഴുവനും അമേരിക്കൻ വേദ പണ്ഡിതന്മാരാലപിക്കുന്ന യജ്ഞവൽക്യ ശിക്ഷാപ്രകാരമുള്ള വേദ മന്ത്രങ്ങളാണ് ആ സിനിമയിലുള്ളത്. ആ സിനിമ മാട്രിക്സ് റെവല്യൂഷൻ 3 എന്ന സിനിമ അമേരിക്കയിൽ പ്രചാരം നേടി. ആ സിനിമയുടെ അവസാന ഭാഗത്തിൽ പറയുന്നു, the world will be moving towards this Vedic culture. The world will be moving to this Vedic culture എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതാണ് ലോകത്തിൻ്റെ ഉത്തരം. അതൊന്ന് ഒരു അഭിമാനത്തോടു കൂടിയോ അഹങ്കാരത്തോടു കൂടിയോ അല്ല പറയുന്നത്, മറിച്ച് അതാണ് വസ്തുത എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ പദപ്രയോഗം നടത്തിയതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ന്യൂയോർക്കിൽ ചെന്നപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വേദത്തിൻ്റെ ഒരു ബണ്ടില് കോപ്പി ഡോക്ടർ ജോർജ് മാർട്ടിൻ എന്ന ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, വി ആർ സ്പ്രെഡിങ് ദ വേദമന്ത്ര ത്രൂ ഔട്ട് വെയർ സോ എവർ ദേ ഹാവ് ഗോട്ട് എഗ്രിമെന്റ് വിത്ത് us in the hospitals where neurological surgery has taken place, heart surgery has taken place. ഈ ജോർജ് മാർട്ടിൻ്റെ ആശുപത്രി എന്ന് പറയുന്ന 600 ബെഡുള്ള ആശുപത്രിയാണ്. അവിടെ ഹാർട്ട് ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവര്, വിധേയമായി കഴിഞ്ഞവര് അവിടെ നിന്ന് റിലീവ് ചെയ്യാൻ പോകുന്നത് 24 മണിക്കൂർ വേദമന്ത്രങ്ങളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആ വേദമന്ത്രങ്ങള് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ശരീരത്തിലെ ബ്രെയിൻ വേവ്സ്, എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ്, എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ, എങ്ങനെയാണ് കൊളസ്ട്രോളിൻ്റെ ലെവല് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്രിനാലിൻ്റെ ലെവല് കൺട്രോൾ ചെയ്യുന്നത്. 5 പോയിന്റ്: ബ്രെയിൻ വേവ്സ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവല്, അഡ്രിനാലിൻ ലെവല് കൺട്രോൾ ചെയ്തിട്ട് ക്യൂറേറ്റീവ് കെമിക്കൽസ് എന്ന 24 തരത്തിലുള്ള ഹോർമോൺസ് ഡോക്ടർ ബി രാമമൂർത്തി അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് പറയുന്നത് പോലെ ആ ക്യൂറേറ്റീവ് കെമിക്കല് വേദമന്ത്രം കേൾക്കുമ്പോൾ തലച്ചോറിൽ എങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ ശരീരത്തെ നോർമലൈസ് ചെയ്യാനായിട്ട് പ്രയോഗിക്കുന്നു എന്ന് ഡോക്ടർ ജോർജ് മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത വിവരം എന്നെ കാണിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർത്തുപോവാണ്. അതേപോലെ തന്നെ പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ, അദ്ദേഹം ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസറാണ്. 29 വർഷമായിട്ട് ത്യാഗരാജ കൃതികളിൽ ഗവേഷണം നടത്തുകയും അതിൽ തന്നെ PhD എടുക്കുകയും ചെയ്ത അദ്ദേഹം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എപ്പോഴെല്ലാം ജീവിതത്തിൽ സംഘർഷപൂരിതമായിട്ടുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസുകൾ, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ 150 എണ്ണമാണ് ഇപ്പൊ ലോകത്തിലുള്ളത്. ഈ 150ഓളം സൈക്കോസൊമാറ്റിക് ഡിസീസിന് മെഡിസിൻലെസ്, ഡ്രഗ്ലെസ്, കെമിക്കൽലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയാവുന്നത് വേദമന്ത്രം കേൾക്കൽ മാത്രമാണ് എന്ന് പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ പറയുകയും അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ച് RCCയിൽ ചെന്ന് ഡോക്ടർ കൃഷ്ണൻ നായരെ കണ്ടിട്ട് എല്ലാ റൂമിലും വേദമന്ത്രം കേൾപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാനുള്ള എമൗണ്ട് കൊടുത്തിട്ടാണ് പോയത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞത് വേദത്തിൻ്റെ ആക്സെപ്റ്റൻസ് അത്
തലച്ചോറിലുണ്ടാക്കുന്ന, മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം അസാധാരണമാവും വിധത്തിൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ആ വേദത്തിൽ എന്താണുള്ളത് എന്ന് മുഴുവനുമൊന്നും പഠിക്കാൻ സാധിക്കില്ല. നമ്മുടെ പൈതൃകത്തിൽ വേദത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നറിഞ്ഞ് ആ വേദത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. Take the good from the past, integrate with the good from the present. നമ്മുടെ പഴയ പൈതൃകത്തിലെ നന്മകൾ പുതിയ ലോകത്തിലെ നന്മകളുമായിട്ട് ചേർക്കാം. Discard the bad from the past and also discard the bad from the present or modern knowledge. അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് സാധിച്ചാൽ, ഇന്റഗ്രേറ്റിംഗ് ദ ഗുഡ് ഫ്രം ദി പാസ്റ്റ് ആൻഡ് ദ ഗുഡ് ഫ്രം ദി മോഡേൺ, ഒരു ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒത്തിരി വ്യക്തികൾക്ക് ഇപ്പൊ PhD എടുക്കുന്നത് മ്യൂസിക് തെറപ്പി എന്ന വിഷയത്തിലാണ്. അത് മാത്രമല്ല, സുകൃതം എന്ന സിനിമ വന്നതിന് ശേഷം ഈ ന്യൂ ഏജ് തെറപ്പി എന്നൊരു കൺസെപ്റ്റ്, ന്യൂ ഏജ് തെറപ്പി എന്ന കൺസെപ്റ്റ് NAT എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാം. അത് അസാധാരണമാം വിധത്തിൽ വികസിത രാഷ്ട്രങ്ങളിൽ പ്രചരിച്ചു വരുന്നു. ആ ന്യൂ ഏജ് തെറപ്പി അതിൽ അടിസ്ഥാന സത്യം ചരക സംഹിതയിലെ ഒരു വരിയാണ്. ശരീര മനസോ യോഗ പരസ്പര മനോവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. മൈൻഡ് ആൻഡ് ബോഡി എക്സിസ്റ്റ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. മനസ്സും ശരീരവും പരസ്പരം പൂരകമായിട്ട് നിൽക്കുന്നു. ഈ ശരീരത്തിന് ഏൽക്കുന്ന ഏത് പോസിറ്റീവ് നെഗറ്റീവുകളും മനസ്സിനെയും ബാധിക്കുന്നു. മനസ്സിനേൽക്കുന്ന ഏത് പോസിറ്റീവും നെഗറ്റീവും ശരീരത്തെയും ബാധിക്കുന്നു എന്ന ആ ചരക സംഹിതയിൽ 2330 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ വരിയാണ് ന്യൂ ഏജ് തെറപ്പിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പൊ ശരീരത്തിനെ ചികിത്സിക്കണമെങ്കിൽ അതിന് തുല്യ പ്രാധാന്യമുള്ള മനസ്സിനെയും ചികിത്സിക്കണം. ആ മനസ്സിനെ ചികിത്സിക്കാൻ നിങ്ങൾ വെറുതെ നാളെ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരുന്ന് ഋഗ്വേദമോ യജുർവേദമോ അഥർവവേദത്തിൻ്റെയോ CD ഒന്നിട്ട് നോക്കുക. സാമവേദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്പം വിരസതയുണ്ട്. സാമവേദത്തിൽ 14 സ്വരങ്ങൾ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലതാണ്. കേട്ട് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴോ നാസയിൽ ചെന്നപ്പോൾ ഏതാണ്ട് 38,000 ശാസ്ത്രജ്ഞന്മാർ, 2012 ജൂലൈ 9 ഞാൻ നാസയിൽ പോയത്. നാസയിലേക്ക് എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയത്. അവിടെ ഏതാണ്ട് 50% അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ, 38,000 ആൾമോസ്റ്റ് 50%, 16,000 പേര് വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് അവരുടെ അൾട്രാ മോഡേൺ റിസർച്ച് നടത്തുന്നത് എന്ന് ഡോക്ടർ രാഹുൽ ദ്രാവിഡിന്റെ ജ്യേഷ്ഠൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ, എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൂപ്പർ ലാബറട്ടറിയിൽ നമ്മുടെ ഏറ്റവും പഴയ വേദം പ്രയോജനപ്പെടുത്തുന്നത് എന്ന് അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വേദം ഇന്ന് എവിടെ ലോകത്തിൽ നിൽക്കുന്നു, അത് വേൾഡ് ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് 2009 സ്വീകരിച്ചതിന് ശേഷവും അതിനു മുമ്പും ഇന്ന് വേദം അറിയാൻ, ആ വേദം കേട്ടിട്ടാണ് ശരിക്കും ഈ മൈക്കൽ ജാക്സന്റെ, നമ്മുടെ സൂപ്പർ മ്യൂസീഷ്യന്റെ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ 7 പേര് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വന്ന് ഇദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് പൂർണ്ണം 3 ദിവസത്തെ പിതൃകർമ്മം ചെയ്തതും ഈ വേദം കേട്ടിട്ട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പരോക്ഷമായിട്ട് അറിഞ്ഞിട്ടാണ്, പ്രത്യക്ഷമായിട്ട് അറിഞ്ഞിട്ടല്ല. അപ്പൊ ഈ നാടിൻ്റെ പൈതൃകത്തിൽ
വേദം. ഇനി നമുക്ക് കുറച്ചും കൂടി വേദത്തിലേക്ക് കിടക്കാം. ശരിക്കും വേദത്തിനൊരു പേരുണ്ട്, അനാദിയാണ് വേദം. അതിനൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം? BC 8275 മുതൽക്കാണ് ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം ഈ പൈതൃകം ഇതേപോലെ നിലനിൽക്കുന്നത്. ഭാരതത്തിലെ സംസ്കാരം 114 സംസ്കാരങ്ങൾ ഉള്ളതിൽ 112 മണ്ണടിഞ്ഞു പോയി, ഒരെണ്ണം ചൈനയിൽ ഊർധ്വശ്വാസം വലിക്കുന്നു. നമ്മളുടെ പൈതൃകം, സനാതന ധർമ്മത്തിന്റെ പൈതൃകം, ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്ന ആ പൈതൃകത്തിന്റെ ആധാരമായിട്ടുള്ളതാണ് വേദങ്ങൾ. ആധാരം ഭഗവത്ഗീതയല്ല, ആധാരം വേദം തന്നെയാണ്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അത് പറയുന്നതിന് മുമ്പ് അനാദിയാണ് വേദം. അങ്ങനെ പറയാൻ കാരണം ഈ BC 8275 മുതൽക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം നമ്മുടെ പൈതൃകവും സംസ്കാരവും ഇതേപോലെ നിലനിൽക്കുന്നു. ആ കാലയളവില് 209 ഋഷിവര്യന്മാര്, ആ 209 ഋഷിവര്യന്മാരുടെ പേര് 4 or 5 പേരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. കണ്വ മഹർഷി, വിശ്വാമിത്ര മഹർഷി, ഋച്ഛമതൻ, അങ്ങനെയുള്ള 5-6 പേരുടെ പേരെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി മഹർഷിമാര് നമ്മൾ കേൾക്കാത്ത പേരുകളാണ്. ആ മഹർഷിമാര് അവര് ഈ പ്രപഞ്ചത്തിൽ കണ്ട പ്രതിഭാസത്തെ അവര് കവിതാരൂപത്തിലും മന്ത്രരൂപത്തിലും പെർഫെക്റ്റ് അക്ഷരങ്ങൾ ഉപയോഗിച്ച്, പെർഫെക്റ്റ് വാക്കുകൾ ഉപയോഗിച്ച്, പെർഫെക്റ്റ് ശ്രുതിയോടുകൂടി, പെർഫെക്റ്റ് ഋതത്തില്, പ്രാസത്തില് അവരെഴുതി വെച്ചു ഈ ഋഷിമാര്. ആ എഴുതി വെച്ച മന്ത്രങ്ങള്, അതില് അബ്സൊല്യൂട്ട് നോളജ് ഉള്ള മന്ത്രങ്ങള്, നോളജിനെ ഡീൽ ചെയ്യുന്ന മന്ത്രങ്ങള്, നോളജിൽ ഫോക്കസ് ചെയ്യുന്ന മന്ത്രങ്ങളെല്ലാം എടുത്ത് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ ഋഗ്വേദത്തിൽ അടുക്കി വെച്ചു. വേറെ മന്ത്രങ്ങള് യാഗകർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് കർമ്മകാന്ഡം, ആദ്യത്തേത് ജ്ഞാനകാന്ഡം, രണ്ടാമത്തേത് യാഗം നിർവഹിക്കാനായിട്ട് ഏകാഹയജ്ഞം, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം മുതൽക്ക് സഹസ്രാഹയജ്ഞം, 1000 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം വരെ. അതിൽ അശ്വമേധ യാഗം പെടും, ഉത്തരകാമേഷ്ടി യാഗം പെടും, വാജപേയ യാഗം പെടും, കാമ്യേഷ്ടികളെന്ന ആഗ്രഹ പൂർത്തീകരണത്തിന്റെ യാഗങ്ങളും പെടും, മോക്ഷേഷ്ടികളെന്ന മോക്ഷം ലഭിക്കാനുള്ള യാഗത്തിന്റെ കർമ്മങ്ങളും പെടും. അങ്ങനെ യാഗകർമ്മങ്ങൾക്ക് ഉതകുന്ന മന്ത്രങ്ങളെ യജുർവേദത്തിൽ അടുക്കി വെച്ചു. ഇതിലെ രണ്ടിലും പെടുന്ന നീട്ടിവലിച്ച് സംഗീതാത്മകമായിട്ട് ചൊല്ലാവുന്ന മന്ത്രങ്ങളെ സാമവേദത്തിൽ സെപ്പറേറ്റ് ആയിട്ട് അടുക്കി വെച്ചു. പിന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങള്, കൃഷി, ഗോരക്ഷ, ശത്രുനാശനം, രഥാരോഹണം, വാഹനങ്ങൾ ഉപയോഗിക്കല്, അതുപോലെ തന്നെ രോഗങ്ങള്, കൃമിനാശനം, ജ്വരനാശനം, കുഷ്ഠനാശനം തുടങ്ങി 100 കണക്കിന് രോഗങ്ങൾ ശമിപ്പിക്കാൻ ആവശ്യമായ മന്ത്രങ്ങളും ഔഷധികളുടെ പേരുകളും ഔഷധികളോടുള്ള പ്രാർത്ഥനകളും ചേർത്ത് സാധാരണക്കാരുടെ വിഷയങ്ങള് അഥർവവേദത്തിലും ചേർത്തു. അപ്പൊ ജ്ഞാനകാന്ഡം അത് വിവരിക്കുന്ന മന്ത്രങ്ങളെ ഋഗ്വേദത്തില്, പിന്നെ കർമ്മകാന്ഡം യാഗകർമ്മങ്ങൾക്കുള്ള മന്ത്രങ്ങളെ യജുർവേദത്തില്, സംഗീതാത്മകമായി യാഗശാലയിൽ ആലപിക്കേണ്ട മന്ത്രങ്ങളെ സാമവേദത്തില്, രോഗ അതുപോലെയുള്ള കൃഷി തുടങ്ങിയ കാര്യങ്ങളെ വിവരിക്കുന്ന മന്ത്രങ്ങള് അഥർവവേദത്തില്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന മന്ത്രങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും ഉണ്ടാവും. കോമൺ ആയിട്ട് വരുന്ന മന്ത്രങ്ങൾ ചിലപ്പോൾ 4 വേദത്തിലും കാണും. അപ്പൊ ഗായത്രി 4 വേദത്തിലുണ്ട്. അപ്പൊ ഓർമ്മിക്കുക, വേദത്തെ 4ആയിട്ട് പകുത്തു എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. അപ്പോ എന്നാ ഇത് ഈ മഹർഷിമാരെ എഴുതിയത് അറിഞ്ഞൂടാ, ഡേറ്റ് അവരെ എഴുതിയിട്ടില്ല. ആരാ ഇത് എഴുതിയത്? അത് എഴുതിയിട്ടുണ്ട് അവര്. അതാരാ എഴുതിയതെന്ന് അറിഞ്ഞുകൂടാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. എന്താ കാരണം അറിയോ? ഓരോ സൂക്തം എഴുതുന്നതിന് മുമ്പ് ഗാദിനോ വിശ്വാമിത്ര ഋഷി ദേവി
വിശ്വാമിത്ര കുലത്തിൽപ്പെട്ട ഒരു ഋഷിവര്യന്റെ പേരാണ് ഗാദിന വിശ്വാമിത്രൻ. അദ്ദേഹമാണ് ഈ മന്ത്രം എഴുതിയത്. ഗായത്രി ഛന്ദസ് 24 അക്ഷരാണ് മന്ത്രത്തിലുള്ളത്. മിത്രോ ദേവത, ആ മന്ത്രം വിവരിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. ഇത് മൂന്നും പറഞ്ഞിട്ടാണ് ഓരോ സൂക്തവും അവരെഴുതിയത്. നമ്മുടെ പൂർവികർക്ക് ഒരിടത്തും തെറ്റുപറ്റിയിട്ടില്ല. അവർ ചെയ്തതും പറഞ്ഞതും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണില്ല. എല്ലാ മന്ത്രങ്ങൾക്കും മുമ്പിൽ ഋഷിയും ഛന്ദസ്സും ദേവതയും പറഞ്ഞിട്ടേ അവരെഴുതിയിട്ടുള്ളൂ. അവര് അത് എന്നാ എഴുതിയതെന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണം അറിയോ? എന്നാ എഴുതിയതെന്ന് പറയേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അർത്ഥം മനസ്സിലായല്ലോ? ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് 1648 പറഞ്ഞാൽ എന്താ, 1230 പറഞ്ഞാൽ എന്താ, AD 499 മാർച്ച് മാസം 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുതിയ ആര്യഭട്ടീയത്തില് മൃത് ശല ജലശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗവതത്തില് ഭൂഗോള വിവരണം തന്നെ ഉണ്ട്, ഏതാണ്ട് BC-യിൽ എഴുതിയ ആ ഗ്രന്ഥത്തില്. അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന പ്രാപഞ്ചിക സത്യത്തെ എന്ന് പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ലാത്തതിനാൽ വേദമന്ത്രങ്ങൾ എഴുതിയവരതിന്റെ ഡേറ്റ് ഓഫ് റൈറ്റിംഗ് എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇതിനെ അനാദി എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തേത് അപൗരുഷേയമാണ് വേദങ്ങള്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അതിലൊരർത്ഥമുണ്ട്. അപൗരുഷേയം എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും ഋഗ്വേദം എന്ന് പറയുന്നത് 3,97,556 അക്ഷരങ്ങള്, 3,97,556 അക്ഷരങ്ങള്, 1,93,516 വാക്കുകള്, 11,518 അല്ലെങ്കിൽ 20ഓളം ഋക്കുകളിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതില് ഒരക്ഷര തെറ്റില്ല, ഒരു ഗ്രാമർ തെറ്റില്ല, ഒരു നമ്പർ പ്രാസം തെറ്റില്ല. ആ ഓർഡറിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യരാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലൊരു വേദം ഉണ്ടാക്കുക. ശരിക്കും ടൊറന്റോയിലെ സ്വാമിനാരായണ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് കാനഡയിലെ പ്രധാനമന്ത്രിയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്വാമിനാരായണ ക്ഷേത്രം കാണാൻ വന്ന ഫ്രാൻസിലെ സന്ദർശകർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞത്, കൺസ്ട്രക്ടിങ് ആൻ ഈഫൽ ടവർ ഈസ് നത്തിങ് ബട്ട് മേക്കിംഗ് ദിസ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. അർത്ഥം മനസ്സിലായി? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരം ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല. കേരളത്തിലെ PWD എഞ്ചിനീയറോട് പിശാഗോപുരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ തന്നെത്താൻ അതിൽ ചെരിഞ്ഞോളും. നേരെ മറിച്ച് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം ഇടിച്ചു പൊളിച്ച് അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറയുക, ലോകത്തിൽ ഒരാളും അത് ചെയ്യില്ല, ഉറപ്പാണ്. വീണ്ടും ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതിനകത്ത് പോയവർക്കറിയാം. അതാണ് ലോകമഹാത്ഭുതം, ഇതല്ല. അതേപോലെ നമ്മളുടെ വേദത്തിൽ അപൗരുഷേയം എന്ന വാക്കിന്റെ അർത്ഥം സാധാരണ മനുഷ്യരാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വേദത്തിന്റെ രചന എന്നുള്ളത്. അപ്പോ അനാദി എന്ന വാക്ക് പറഞ്ഞു, അപൗരുഷേയം എന്ന വാക്ക് പറഞ്ഞു. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്, മന്ത്രദ്രഷ്ടാക്കള് മന്ത്രത്തെ എങ്ങനെയാ കാണുക? മന്ത്രം കേൾക്കുകയല്ലേ ഉള്ളൂ. മനനേന ത്രായതേ ഇതി മന്ത്ര, മനനാത് ത്രായതേ ഇതി മന്ത്ര. ആ മന്ത്രം മനനം ചെയ്യുമ്പോൾ, അത് ആലപിക്കുമ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ 1 മിനിറ്റില് 4 പ്രാവശ്യത്തിൽ കുറയരുത്, 6 പ്രാവശ്യത്തിൽ കൂടരുത്. അതാണ് ഋതം. ആ ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് ഒരു സ്പീഡ് ഉണ്ട്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ 1 മിനിറ്റിൽ 60 പ്രാവശ്യം, ഓം നമഃശിവായ ജപിക്കുമ്പോൾ 1 മിനിറ്റിൽ 68 പ്രാവശ്യം, മാക്സിമം 70 പ്രാവശ്യം. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ 54-നും 57 സെക്കൻഡിനും ഇടയ്ക്കാണത് ആലപിക്കേണ്ടത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് അതിൻ്റെ റൂള്. 54 എന്നുള്ളതാണ് ഫിക്സഡ്. 57 വരെ പോകാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ റൂള്
തൃശ്ശൂരിലെ മേനി പത്തലില് വിടർന്നിരിക്കുന്ന ഒരു പൂ കണ്ടു. രാവിലെ 8 മണിക്ക് പോയപ്പോ വിടർന്നിരിക്കുന്ന പൂവ്. ആ പൂവ് നോക്കിക്കൊണ്ട് അറിയാതെ ഓട്ടുകമ്പനിയിലേക്ക് പോയത്. വൈകുന്നേരം വരുന്ന സമയത്ത് അതേ പൂവ് വാടി കൊഴിയാൻ പോകുന്ന മാതിരി ഇരുന്നു. ഈ പൂവായിരുന്നു യഥാർത്ഥത്തില് വീണപൂവ് എന്ന കവിതയുടെ ആധാരമായത്. അപ്പൊ പ്രകൃതിയിൽ കണ്ട ആ പൂവിന്റെ അവസ്ഥ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ട് എഴുതിയതാണ് മന്ത്രദ്രഷ്ടാവായ കുമാരനാശാൻ. ആ കവിത എഴുതിയ മന്ത്രമാണ് ആ പുഷ്പമേ നീ അധികതുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാത്രി കണക്കെ. അത് മനുഷ്യന്റെയാണ്. ഈ ഭൂമിയിൽ അസ്ഥിരസംശയം ഇന്നു നിന്റെ എന്റെ, ആ ഭൂമിയിൽ ഇങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഇപ്പൊ മന്ത്രദ്രഷ്ടാവ് പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അതേപോലെ എഴുതി വെക്കാം. ആലോചിച്ച് നോക്കാം. രാവിലത്തെ സൂര്യൻ വലിയ പ്രശ്നം ചെയ്യില്ല, വൈകുന്നേരത്തെ സൂര്യനും വലിയ പ്രോബ്ലം ചെയ്യില്ല, നട്ടുച്ചക്കലത്തെ സൂര്യനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏത് വ്യക്തിയും താഴ്ന്നിരിക്കുമ്പോൾ വലിയ പ്രശ്നം ചെയ്യില്ല. അയാൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏത് മനുഷ്യനാണെങ്കിലും ഇപ്പൊ അച്യുതാനന്ദൻ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അങ്ങനെ തലയ്ക്ക്